പാലക്കാട്ടെ ലഹരി വേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയ എന്ന് പോലീസ്. ഒരു യുവതി ഉൾപ്പെടെ 3 പേരാണ് 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത്. മണ്ണാർക്കാട് സ്വദേശി സലീമാണ് കേസിലെ മുഖ്യപ്രതി എന്ന് പോലീസ് പറയുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഈ പരിശോധന നടത്തിയത്. CV അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദ്, ഓണം ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി ഒഴുകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇതാ ഒരു സ്ത്രീ ഉൾപ്പെടെയാണ് ആ സംഘത്തിലേത് എന്ന് മനസ്സിലാക്കുന്നു. ഈ കൊണ്ടുവന്നതും ഈ ഓണം ദിനങ്ങൾ ലക്ഷ്യമിട്ടാണോ? എന്തോ കേരളത്തിലെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നാണ് പാലക്കാട് ഇന്ന് രാവിലെ ഉണ്ടായത്. ഏതാണ്ട് 3/4 കിലോയിലധികം MDMA, അതേപോലെ തന്നെ ബ്രൗൺ ഷുഗർ, കൊക്കെയിൻ, LSD സ്റ്റാമ്പ് തുടങ്ങി എല്ലാവിധ മയക്കുമരുന്ന്, നിയമം മൂലം നിരോധിച്ച എല്ലാവിധ മയക്കുമരുന്നുകളും ഈ സംഘം കടത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 1 കോടിയിലേറെ രൂപ മൂല്യം ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ വരും. 3 പേരാണ് പിടിയിലായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ നിഷി, അതേപോലെ തന്നെ വേങ്ങര സ്വദേശിയായിട്ടുള്ള അസറുദ്ദീൻ, അയാളുടെ ഭാര്യ സൗത്ത് കന്നഡ സ്വദേശിയായ ഫാത്തിമ. ഇതിൽ അസറുദ്ദീൻ മുൻപും MDMA കേസിലൊക്കെ പ്രതിയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. മുൻപ് കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ കഞ്ചാവുമായി പിടികൂടിയിരുന്നു. അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അയാളെ മണ്ണാർക്കാട് സ്വദേശിയായ സലീമിലേക്ക് പോലീസിൻ്റെ അന്വേഷണത്തെയും സലീമിനെ വാഹനം തടഞ്ഞ് വളരെ സാഹസികമായി പിടികൂടുകയും ചെയ്തു. സലീമിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വലിയ വേട്ടയിലേക്ക് നയിച്ചത്. അതായത് സലീമിൻ്റെ അറിവോടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും അധികം ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്ന് എത്തിയിരുന്നത്. ഇത് വലിയ ഒരു അളവ് എന്ന് പറയുമ്പോൾ സാധാരണ മില്ലിഗ്രാം വരെ MDMAക്ക് വലിയ വിലയാണ്. അവിടെയാണ് 3/4 കിലോയിലധികം MDMA കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത് പാലക്കാട് ജില്ലയിലേക്ക് മാത്രമാകില്ല, ഒരു പക്ഷേ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലേക്കൊക്കെ വിതരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു സലീമിൽ നിന്ന് ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. കോയമ്പത്തൂർ വഴി ഇവർ വരുമ്പോൾ തന്നെ തമിഴ്നാട് വെച്ച് തന്നെ ഇവരെ പിന്തുടരുന്നു. പോലീസ് പിന്തുടരുന്നു പറഞ്ഞ് ഇവർ വഴിമാറി തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ച് വണ്ടി കുറുകയിട്ട് സാഹസികമായി പിടികൂടുകയാണ് ചെയ്തത്. 3 മണിക്കൂറിലധികം വാഹനം പരിശോധിച്ചെങ്കിലും MDMAയും മറ്റു ലഹരിമരുന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ പെട്രോൾ ഇന്ധന ടാങ്കിൻ്റെ ഉള്ളിൽ അതിനോട് ചേർന്ന് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ഒരു ലഹരി വസ്തു ഉണ്ടായിരുന്നത്. ഇത് ഒരു റെൻ്റേ കാറാണ്, അതായത് ഇത് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഉടമ അറിയാതെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഇതിൻ്റെ മുഖ്യ കണ്ണിയായ സലീമിൽ നിന്നും ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നതെന്നും അവിടെയുള്ള ശൃംഖലയിലുള്ളവരെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും ഇതുവരെ ഉണ്ടായ ഈ ഒരു തൂഫാൻ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായതിൽ വെച്ച് പിടിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അതിൽ എല്ലാ മയക്കുമരുന്നുകളും ഉണ്ട് എന്നുള്ളതുകൂടി ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ ഒരു ശൃംഖലയുടെ കണ്ണികളാണ് പിടിയിലായതെന്നും ഇതിൻ്റെ പിന്നിലുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിക്കുവാനാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നീക്കം. ഇതിൻ്റെ ഒരു സ്രോതസ് എവിടെ നിന്നാണെന്നാണ് പോലീസ് കരുതുന്നത്, അനുമോദ്? അതായത് ഈ യുവതി ഉൾപ്പെടെ 3 പേർ ഈ 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ടെങ്കിൽ അത് അനുമോദ് സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു വലിയ കണ്ണികൾ ഉള്ള ഒരു ശൃംഖല തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആഴങ്ങൾ തേടി പോകാനുള്ള ശ്രമത്തിലേക്കാണോ ഈ ഡാൻസ് ഓഫ് സംഘം? നമുക്കറിയാം, കേരളത്തിലേക്കുള്ള മയക്കുമരുന്നുകൾ ഭൂരിഭാഗവും വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് മലപ്പുറത്താണെങ്കിലും മറ്റ് കോഴിക്കോട് നിന്നാണെങ്കിലും പലപ്പോഴും പോലീസ് ഈ മയക്കുമരുന്നിൻ്റെ കണ്ണികൾ തേടിപ്പോയി ബാംഗ്ലൂരിലെത്തി അവിടുന്ന് പലരെയും പിടികൂടുന്ന ഒരു ചരിത്രം, അല്ലെങ്കിൽ അത്തരത്തിൽ കേസ് തെളിയിച്ച ചരിത്രമൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ബാംഗ്ലൂരിൽ ഒരു മുഖ്യ സ്രോതസ്സിൽ നിന്നാണ് സലീം വഴി ഇവർ ഇതിലേക്ക് ഇത് കൊണ്ടുവന്നത്. സലീമാണ് ഇതിൻ്റെ ഒരു ഇടനിലക്കാരനും ഇതിനുള്ള ഫണ്ട് മുടക്കുകയൊക്കെ ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അന്വേഷണം ബാംഗ്ലൂരിലേക്ക് നീങ്ങും. പക്ഷേ നമുക്ക് പറയാം, ഒരു കേസിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ഈ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അത് ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ പുറത്തുവിടില്ല, കാരണം അന്വേഷണത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരം വിവരങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ മുഴുവൻ പുറത്തുവിടുന്ന സാഹചര്യമല്ല. പക്ഷേ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതിൻ്റെ തുടരന്വേഷണങ്ങളും നടക്കുക. ബംഗളൂരുവിൽ പോലീസ് പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് രഹസ്യ വിവരങ്ങളായിട്ട് തന്നെയാണ് ഇവർ സൂക്ഷിക്കുന്നത്. ഒരുപക്ഷെ തുടർന്ന് നീക്കങ്ങൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിയ ശേഷം മാത്രമേ പോലീസ് അത് പങ്കുവെക്കുകയുള്ളൂ എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ. എന്താണെങ്കിലും തുടർ നടപടികൾ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സലീം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇനി പുരോഗമിക്കുന്നത്.
ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീമാണ്. ഒരു യുവതി ഉൾപ്പെടെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പിടിയിലായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.